ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്റർസെപ്റ്റർ കോർണർ ജി ടി ടയേഴ്സിന്റെ ഓപ്ഷൻസിനെ പറ്റിയാണ്. ഇന്റർസെപ്റ്റർ കോർണർ ജി ടിക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറക്കിയ ടയറാണ് സിയറ്റിന്റെ സൂം ക്രൂസ് എന്ന് പറയുന്നത്. ഇത് ട്യൂബ് ടൈപ്പ് ടയറാണ്. റേസിന്റെ സീരീസ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ടയർ ആയിട്ട് വരുന്ന ട്രേസർ എന്ന് പറഞ്ഞ ടയറാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു ഓഫ് റോഡിങ് പർപ്പസ് വേണ്ടതാണ് ടൂറാറ്. പിന്നെ നല്ല അഗ്രസീവ് ഓഫ് റോഡിങ് ഉള്ളതാണെങ്കിൽ ട്രെയിലാർ എന്ന് പറഞ്ഞ ടയറാണ്. 3 ടൈപ്പ് ടയറുകളാണ് ഇപ്പോൾ റേസിൽ വരുന്നത്. എയർ കേസിൽ നമുക്കിപ്പം ഇന്റർസെപ്റ്റർ കോണ്ടിനെന്റൽ ജി ടി ബൈക്സിന്റെ ഇമ്പോർട്ടഡ് ടയേഴ്സ് പിരേലിയുടെ മെറ്റ്സലറിന്റെ ടയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. 130, 70, 18 ആണ്. അത് പിരേലിയിൽ വരുന്ന സ്പോർട്ട്മെൻ എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. മെറ്റ്സലറിൽ വരുന്ന ലാസർടെക് എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. ബ്രിഡസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ പറ്റിയാണ്. ബ്രിഡസ്റ്റീനിൽ നമുക്ക് ബാക്ക് ടയർ 130, 70, 18 റേഡിയൽ ടയറിലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അതായത് എൻ്റെ അറിവിൽ ഇതുവരെ ഈ സൈസിൽ ഒരു റേഡിയൽ ടയർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ബൈക്സിന്റെ അപ്സൈസ് പലരും ചോദിക്കാറുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പിരേലിയുടെ സ്കോർപിയോൺ ട്രെയിൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്റ്റേർഡി ആയിട്ടുള്ള ടയറാണ്. 150, 70, 18 സൈസിലാണ് വരുന്നത്. വളരെയധികം കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് നല്ല ഒപ്പീനിയൻ കിട്ടിയിട്ടുള്ളതാണ്. ഡ്യുവൽ പർപ്പസ് ടയറും അവൈലബിൾ ആണ്. അത് മെറ്റ്സലറിൽ കാരോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ടയറാണ്. അപ്പോൾ അതും വളരെയധികം കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.